ഹലോ ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചാനലിലൊരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗൂഗിളിൻ്റെ നാനോ ബനാനയുടെ പുതിയ മോഡലായ നാനോ ബനാന പ്രോയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വല്ലാത്തൊരു വിസ്മയമാണ് നാനോ ബനാന പ്രോ ടെക് ലോകത്ത് തീർത്തിരിക്കുന്നത്. ഇനി വേറെ ഒരു ആപ്പും സോഫ്റ്റ്വെയറോ ഒന്നും വേണ്ട. അത്രയും നല്ല പെർഫെക്ഷനോട് കൂടിയാണ് ഞാൻ നാനോ ബനാന പ്രോ വെച്ച് ചെയ്ത ഒരു ഇമേജ് ഇവിടെ നോക്കാം. ഞാൻ ഗൂഗിൾ ജെമിനി ഓപ്പൺ ആക്കുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പിന്നീട് ഞാനൊരു ഇമേജ് നിർമ്മിക്കാനുള്ള ഒരു പ്രോംപ്റ്റ് നൽകുകയാണ്. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ഇങ്ങനെയാണ്: ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പാർക്കിൽ വെച്ച് കണ്ടുമുട്ടും. Please create me a image, beautiful boy and girl met at the park. ഇപ്പോൾ നിങ്ങളവിടെ നാനോ ബനാന പ്രോയിൽ ഇമേജ് ക്രിയേഷൻ നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമേജ് ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഭാവന അനുസരിച്ചുകൊണ്ട് പ്രോംപ്റ്റുകൾ ടൈപ്പ് ചെയ്ത് ഇമേജുകൾ നിർമ്മിക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ഇമേജായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഇമേജിൽ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇമേജിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഞാനിവിടെ ആ കുട്ടിയുടെ കയ്യിൽ ഒരു റോസ് പൂവുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അൺബിലീവബിൾ എന്ന് പറയാം. മുമ്പുള്ള ചിത്രത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ കുട്ടിയുടെ കയ്യിൽ റോസ് വേറൊന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കുടയുണ്ട് എന്നായിരുന്നു. അതുപോലെ മഴയുടെ ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തു. അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇതുപോലെ കുറേ ഇമേജുകൾ ചേർത്ത് വെച്ച് അതിനെല്ലാം നമ്മുടെ കയ്യിൽ കുറേ ഇമേജുകളൊക്കെ ഉണ്ടാകും അല്ലേ? പഴയകാല മെമ്മറീസൊക്കെ ഉൾപ്പെടുത്തുന്ന ഇമേജുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് ആ ഒരു ഇമേജുകളും എല്ലാം ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ 15 ഇമേജുകൾ വരെയാണ് അവിടെ ആഡ് ചെയ്ത് ഒറ്റ ഇമേജായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇമേജുകൾ വെച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇമേജുകൾ ഞാൻ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാനത് സബ്മിറ്റ് കൊടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കുഴപ്പമില്ലാത്തൊരു ഇമേജാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കും കുറേ ഒരു ഇമേജ് കൊണ്ടുവരാം. അതുപോലെ ഈ ഇമേജിൻ്റെ റേഷ്യോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഭയങ്കര സൂമായിട്ടും അതല്ലെങ്കിൽ ഭയങ്കര ഈ സൂം കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഇമേജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഇനി എന്നെ ഞെട്ടിച്ചത് പോസ്റ്റർ മേക്കിങ്ങിലാണ്. പോസ്റ്റർ മേക്കിങ്ങിൽ ഇനി ആപ്പിൻ്റെയോ സൈറ്റിൻ്റെയോ ആവശ്യമില്ല. നാനോ ബനാന പ്രോ മതി. അതുപോലെ അതിലെഴുതുന്ന ക്യാപ്ഷൻസ് ഏത് ഭാഷയിലും നമുക്കിപ്പോൾ അത് നാനോ ബനാന പ്രോ തന്നെ അത് നമുക്ക് എന്ത് ചെയ്യും, അത് എഴുതി തരും. ഞാനിവിടെ മലയാളത്തിൽ ചെയ്ത ഒരു പോസ്റ്റർ നോക്കാം. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ഇങ്ങനെയാണ്: ക്രിയേറ്റ് എ പോസ്റ്റർ ഫോർ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് വിത്ത് ബ്യൂട്ടിഫുൾ ഇമേജ് ഓഫ് തെന്മല. ആഡ് ദ ടെസ്റ്റ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം. പിന്നെ ബോൾഡ് മലയാളം ഫോണ്ട് എന്ന പോസ്റ്റർ ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും
ആ പോസ്റ്ററിലുണ്ട്. അതുപോലെ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഈ പോസ്റ്ററിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റോക്കിലുള്ളതാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പോസ്റ്റർ കൊള്ളാം. അതുപോലെ ഇതിലും ഇനിയും നിരവധി ഫീച്ചേഴ്സും പ്രത്യേകതകളും ഈ നാനോ ബനാന പ്രോയ്ക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. അതുപോലെ പഴയ കാലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്കാരങ്ങളോ ചരിത്രങ്ങളോ അതിനെക്കുറിച്ചുള്ളൊരു ഇമേജ് വേണം എന്നുണ്ടെങ്കിൽ ആ കാലത്തെക്കുറിച്ച് ഒന്ന് പരാമർശിക്കുകയേ വേണ്ടൂ. അപ്പോഴത്തേക്കും ആ ഒരു ഇമേജ് അവിടെ ക്രിയേറ്റായി കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അനവധി പ്രത്യേകതകൾ ഈ നാനോ ബൈക്ക് മോഡലിന് ഉണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇതിൻ്റെ തുടർ അപ്ഡേഷനുകളും ഉണ്ടാകും. എന്തായാലും ഗൂഗിൾ AI മേഖലയിൽ 1ാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ചിരിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ